നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് അത് പറയാൻ പറ്റില്ല. സയൻസിന് ഇപ്പോഴും ദൈവത്തിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് മാത്രം സയൻസ് ഇപ്പോഴും അതിൻ്റെ പിന്നാലെയാണ്. ക്വാണ്ടം തിയറിയും സ്ട്രിങ് തിയറിയും ക്വാണ്ടം ഫിസിക്സും ഒക്കെ വെച്ചിട്ട് തെളിയിക്കാൻ നോക്കുകയാണ്. ഗോഡ് പാർട്ടിക്കിളും ഇതും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും അനുഭവിച്ച ഒരാൾക്ക് കാര്യം അറിയാം. ഇത് തെളിയിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അനുഭവമാണ്. ഇപ്പം ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്താണ് ഒന്ന് പറയാമോ? ഒരിക്കലും ഐസ്ക്രീം കഴിച്ചിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? കൊടുക്കാൻ പറ്റില്ല, കഴിക്കുക തന്നെ വേണം അല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതാണ് സംഭവിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ആണോ അതോ 2023 ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി. ബിക്കോസ് എൻ്റെ ആഗ്രഹം, നമ്മൾ പറയില്ലേ അവിടുത്തെ ഐസ്ക്രീം കഴിച്ചേ പറ്റൂ, എൻ്റെ അമ്മ എന്തൊരു ഐസ്ക്രീമാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഈക്വലൻ്റാണ് ഞാൻ ശ്രമിച്ചത്. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ എല്ലാവരും ഫീഡ്ബാക്ക്, ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് സംസാരിച്ചത് ഓപ്പൺലി, എല്ലാവരും ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് 80% ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല, പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അവർക്കപ്പോൾ അത് ട്രോളാക്കണം, അവർക്കത് ചിരിച്ച് തള്ളണം, അവർക്കത് തള്ളി പറയണം, അത് വട്ടാണെന്ന് പറയണം, എന്നാലേ അവർക്ക് സമാധാനമായിട്ട് ഇനി ജീവിക്കാൻ പറ്റുള്ളൂ ആ നിമിഷം കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവർ തേടലിലോട്ട് പോവും. തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു പ്രചോദനമായി. അപ്പോൾ ആക്ച്വലി നമുക്ക് തേടിയാൽ കിട്ടുമല്ലേ ഉത്തരം, അപ്പോൾ അതേ കിട്ടും. ഓൾറെഡി ഇത് കണ്ടുപിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് സ്വയം അവർ തിരിച്ചറിവുണ്ടായ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺഗ്രാജുലേഷൻസ്, ഇത്ര അവർ പറഞ്ഞോളൂ. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടി. ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയത്, രണ്ടും അച്ഛൻ വേറെ അമ്മ വേറെയാണ് അല്ലേ, രണ്ട് മതത്തിൽപ്പെട്ടാണ്. അപ്പം ഞാൻ ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവമാണ് എനിക്ക് എന്നിലേക്ക് വരുന്നത്? ഈ ചോദ്യം അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് ഉന്നയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ? ഞാൻ അപ്പോഴേ കുട്ടിക്കാലത്തെ കൺഫ്യൂസ്ഡ് ആയിരുന്നല്ലോ ഇത്തിരി. പക്ഷെ എന്നെ ക്രിസ്ത്യനായിട്ടാണ് വളർത്താൻ അവർ തീരുമാനിച്ചത്. അവരുടെ തീരുമാനം, കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി, കുട്ടിയെ നമ്മൾ ക്രിസ്ത്യനായിട്ട് വളർത്താൻ പോകുന്നു. അപ്പോൾ എന്നെ ക്രിസ്ത്യനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് കണ്ടുപോകുമല്ലോ. അപ്പോൾ അവിടെ എന്താ ഉള്ളത്? എനിക്ക് ഇപ്പോൾ 2 കേക്ക് കാണിച്ചിട്ട് ഒരെണ്ണം ഞാൻ തന്ന അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ? അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ക്രിസ്ത്യനായിട്ട് വളർത്താൻ എന്നെ ബാപ്റ്റൈസ് ചെയ്തിട്ടുണ്ട്, ബാപ്റ്റിസം ഒക്കെ കഴിഞ്ഞു, ഒരു ക്രിസ്ത്യനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ ഹിന്ദുയിസം എന്താണ്? അവിടെ എന്താ ഉള്ളത്? അവരുടെ രീതികൾ എന്താണ്? ആ ക്യൂറിയോസിറ്റി വന്നു. എല്ലാവരും പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കും അല്ലേ, നമ്മൾ ഒരു വിശ്വസിക്കും അല്ലേ. ഒരു പരസ്യത്തിൻ്റെ ചിത്രമാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത പരസ്യമായിരിക്കും നമ്മൾ പറയുന്നത്, അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണ്, സ്വാഭാവികമാണ് നടന്നത്. അപ്പം ലെനെ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ പറയുന്നത് വിശ്വസിക്കുമെന്ന് പറയുമ്പോഴും നമ്മൾ ദൈവവിശ്വാസവും വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ഈ ലെനെ പറയുന്ന വാക്കുകൾ വിശ്വസിക്കേണ്ടതായി വരുവാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ പറയും വിശ്വസിക്കുമെന്ന് പറയുന്നു. പക്ഷെ അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ പിന്നീട് ഭാവിയിൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്. ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ മുഴുവൻ പറഞ്ഞത് അതല്ലേ, വിശ്വസിക്കരുത്, അനുഭവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസികളാണ്, നിങ്ങൾ ഓൾറെഡി വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്നെ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യൂ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ, നിങ്ങൾ തന്നെ കണ്ടെത്തൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരു നിർബന്ധമില്ല എനിക്ക്. നമ്മൾ പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യണ്ട. നമുക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് എന്താ ഗുണം? അതെ. ഈ അഭിനയത്തിൽ നിന്ന് മാറി നിന്ന കാലഘട്ടത്തിൽ ഇതിലേക്കുള്ളൊരു ചിന്താഗതിയുമായി മാറി നിന്ന കാലഘട്ടം, നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു നടിയാണ്, നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്തു, ഞാൻ അഭിനയിക്കുകയായിരുന്നു അല്ലേ, ഞാൻ നടിയെന്നതിൽ അഭിനയിക്കുകയായിരുന്നു. ആ മാറി നിൽക്കുന്ന കാലഘട്ടത്തിൽ പിന്നീട് ഇതിനൊന്നും മാറി നിന്നിട്ടുണ്ട്, പിന്നീട് തിരിച്ചു വന്നു. അവിടെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നീടുള്ള വരവിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തടസ്സങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സിനിമാ നടി ആക്കിയിരിക്കുകയാണ് ഈ എൻറ്റയർ സ്കീം ഓഫ് തിങ്സ്. ഈ പ്രകൃതി തന്നെ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ജയരാജ് സാറിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ വരുന്നത് ക്ലാസ് റൂമിലിരുന്ന കുട്ടിയെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ഒരു ഓഡിഷൻ സ്കൂളിൽ നടത്തിയിട്ട് ആ സിനിമയിൽ പോയി അഭിനയിക്കുന്ന വിടുകയാണ്. ആഗ്രഹിച്ചു വന്നതല്ല, എന്നെ പറഞ്ഞു വിട്ടതാണ് സിനിമയിലോട്ട്. ഇന്നേ വരെ ഞാൻ ഒരു ഡയറക്ടറുടെ അടുത്തും ഒരു റോളും ചോദിച്ചിട്ടില്ല. 26 വർഷമായിട്ട് എനിക്ക്
ചില വർഷങ്ങൾ 12-14 സിനിമകൾ ചെയ്ത വർഷങ്ങളുണ്ട്. ഇത് സംഭവിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ആരോടും ചോദിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ, ഞാൻ പറയുന്ന ജീവിതം സംഭവിക്കുകയാണ്. അങ്ങോട്ട് ചോദിച്ചിട്ടില്ല ആരോടും, ഒരു റോൾ ആവശ്യപ്പെട്ട് പോയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ദൈവത്തെ തേടി നടന്നിട്ടുണ്ടോ? അദ്ദേഹം വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിന് മെഡിറ്റേഷൻസ് പോയി പഠിക്കുകയും 4 വർഷം അടുപ്പിച്ച് ഒരു പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കണ്ടെത്തിയോ? അദ്ദേഹം കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു കംപ്ലീഷൻ എത്തിയത് ഞാൻ വഴിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ ഇതാണ് ആളെന്ന് മനസ്സിലായത്. ഓൾറെഡി ഇത് അറിയാവുന്ന ആളായിരുന്നു. പക്ഷെ ചിലവർക്ക് ആ ഒരു അല്ലേ ശരിയല്ലേ എന്ന് പറയാൻ, അതെ കറക്റ്റാണ് എന്ന് പറയാനുള്ള ഒരാൾ, വിശ്വസിക്കാവുന്ന ഒരാൾ വേണം. അപ്പോൾ ആ ആളാണ് ഞാൻ ചിന്തിച്ചോളൂ. ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ അതിൽ നിന്ന് പോലും വിട്ടുപോകാൻ കുറേ ചോദ്യങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ? അതെ, അത്ര എൻ്റെ ഉദ്ദേശമുള്ളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും വിശ്വാസം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരാളെ വിശ്വസിക്കാതെ ഒരു കാര്യത്തിലോട്ട് കയറാൻ പറ്റില്ല. നമുക്കൊരു സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എന്നെ കൊല്ലില്ല എന്നുള്ള വിശ്വാസം ഇല്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. എല്ലാം ബിലീഫ് ബേസ്ഡ് ആണ് നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതം. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് അനുയോജ്യമാണോ, നമുക്ക് വളർച്ച ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. നിങ്ങളുടെ വിശ്വാസം കാരണം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണമുണ്ടോ, അത് നല്ലൊരു വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തന്നെ തകർക്കുന്നതാണെങ്കിൽ ആ വിശ്വാസം മാറ്റണം. നിങ്ങളുടെ വിശ്വാസം കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട് അല്ലേ? ഇപ്പോൾ ചിലവർക്ക് എന്തോ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇനി കണ്ടവരെ എല്ലാവരും അത് അടിച്ചേൽപ്പിക്കണം, അവരത് കേട്ടില്ലെങ്കിൽ അവരെ പിടിച്ച് തല്ലണം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. വിശ്വാസങ്ങൾ, എല്ലാത്തിനും വിശ്വാസങ്ങൾ വേണം. വിശ്വാസം അതല്ലേ എല്ലാം എന്നാണല്ലോ. അപ്പോൾ ആ വിശ്വാസത്തിന് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, എല്ലാവർക്കും ഗുണമുള്ള എന്തെങ്കിലും വിശ്വാസങ്ങളാണെങ്കിൽ അത് മതി. അല്ലാതെ ഇതിലൊരു തെറ്റും ശരിയും, ഇതാണ് ഏറ്റവും വലിയ സത്യം, ഇതാണ് ശരി, മറ്റേതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ പറയണം ഞാൻ പറയുന്നതേ ശരിയുള്ളൂ, ബാക്കി എല്ലാവരും പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാളൊരു വളരെ ബാലിശമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അവരെ വിട്ടേക്കുക. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. അവർ കൊച്ചു കുട്ടികളാണ്, വളരട്ടെ. സംസാരിക്കാൻ പോയിട്ട് പോലും കാര്യമില്ല. സംസാരിക്കാനേ പോകരുത്. ബിക്കോസ് നമ്മുടെ എനർജി മാത്രമേ, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കും. അവരെ ബുദ്ധിമുട്ടിച്ചാൽ അവർക്ക് ദേഷ്യം വരും, അവർ നമ്മളെ ആക്രമിക്കാൻ വരും. വെറുതെ വിടുക, നന്ദി നമസ്കാരം പറഞ്ഞ് വിടുക, അത്രേ പറ്റുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.